ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂൽ സലാസ എന്ന ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ അടിസ്ഥാനമായ മാരിഫത്തു ദീനിൽ ഇസ്ലാം, അതിലെ ഓരോ മർത്തബകളിൽ ഉള്ള റുക്നുകളെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ മർത്തബയായ ഈമാനിനെ സംബന്ധിച്ചു അതിൻ്റെ പ്രാധാന്യം കാരണത്താൽ കുറച്ചൊന്ന് വിശദീകരിച്ച് പ്രധാനപ്പെട്ട ചില മസലകൾ വേഗത്തിൽ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് ഈമാനു ബിർ റസൂൽ, റസൂലുമാരിലുള്ള വിശ്വാസം എന്നുള്ളതാണ്. നാലാമത്തെ റുക്ന്. റസൂലുമാരിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ ചിലരെ ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക വിഭാഗങ്ങളിലേക്ക് അവന്റെ വിധിവിലക്കുകൾ അറിയിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനപ്രകാരം തെരഞ്ഞെടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരാൾ അയാളുടെ പരിശ്രമം കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രയത്നങ്ങൾ കൊണ്ടോ ഒരാൾക്ക് തന്നെത്താൻ ഉദ്ദേശിച്ചാൽ ആഗ്രഹിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല നുബൂവത്ത് എന്നുള്ളത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്ത് പ്രകാരം അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും യോഗ്യരായ ആളുകളെ അവൻ തിരഞ്ഞെടുക്കുമ്പോഴാണ് എന്ത് ചെയ്യാം, ഒരാൾ നബിയായിത്തീരാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഏതൊരു വിഭാഗത്തിലേക്കാണോ അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിലേക്കാണോ അവർ അയക്കപ്പെട്ടിട്ടുള്ളത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു കൽപ്പിക്കും. എന്നുവെച്ചാൽ അയക്കുന്നവൻ അല്ലാഹു, അയക്കപ്പെടുന്നത് അവർക്കാണ് റസൂൽ എന്ന് പറയും. അയക്കപ്പെടുന്നവർക്കാണ് റസൂൽ എന്ന് പറയും. എന്തുകൊണ്ട് അയച്ചു അതിനെ റിസാലത്ത് എന്ന് പറയും. എന്തുകൊണ്ട് അയച്ചു അതിനാണ് റിസാലത്ത് എന്ന് പറയും. ഈ റിസാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച അല്ലെങ്കിൽ അവന്റെ ഈ റിസാലത്ത് അത് ആർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു കൽപ്പിച്ചുവോ അവർക്ക് എത്തിച്ചു കൊടുക്കലാണ് റസൂലുമാരുടെ ബാധ്യത. റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത് അപ്പോഴാണ്. അയക്കപ്പെട്ട എന്തൊക്കെ എത്തിച്ചു കൊടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുപോലെ എത്തിച്ചു കൊടുക്കുമ്പോൾ റസൂലിന്റെ ബാധ്യത തീർന്നു. റസൂലിന്റെ ബാധ്യത ഇത്രയേ ഉള്ളൂ. ഇന്നമാ അലൈക്കൽ ബലാഗ്. താങ്കൾക്ക് എന്ത് മാത്രമേ ബാധ്യതയായിട്ടുള്ളൂ? ബലാഗ് മാത്രമേ, എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ കാണാം. ലസ്ത അലൈഹിം ബിമുസൈത്തിർ. എന്നുവെച്ചാൽ താങ്കൾക്ക് അവരെ ഒരാളെയും നന്നാക്കാനോ അല്ലെങ്കിൽ പിന്നാലെ കൂടി അവരെ ആ കാര്യത്തിൽ നിർബന്ധം ചെലുത്തുക, ഇതൊന്നും താങ്കളുടെ ബാധ്യതയല്ല.
മറിച്ച് താങ്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ബാധ്യതയാക്കിയിട്ടുള്ളത് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് താങ്കളുടെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ളത്. ഇതാണ് റസൂലിന്റെ ദൗത്യം എന്നുള്ളത്. അപ്പോൾ റസൂൽമാരെല്ലാവരെയും നമുക്കറിയാം. അള്ളാഹു നമുക്ക് കൃത്യമായി അറിയുന്നൊരു അടിസ്ഥാനമാണ്. എല്ലാ റസൂലുമാരുടെയും ദീന് ഒന്നാണ്. എല്ലാ റസൂലുമാരുടെയും ദീന് ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞിരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ഉപ്പയുടെ മക്കളെ പോലെയാണ് ആര്? എല്ലാ നബിമാരും ഒരു ഉപ്പാന്റെ മക്കളെ പോലെയാണ്. പക്ഷെ എന്തിന് വ്യത്യാസമുണ്ട്? ഉമ്മമാരിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അസ്ല ഒന്ന് തന്നെയാണ്, അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. എല്ലാ റസൂലുമാരെയും അള്ളാഹു കൽപ്പിച്ചത് അത് ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ കാണാം. ചില സൂറത്തുകളിൽ ഇങ്ങനെ ആവർത്തിച്ച് ഓരോ നബിമാരുടെ പേരെടുത്ത് പറഞ്ഞ് ഓരോരുത്തരുടെ സമൂഹത്തിലേക്ക് അവർ ആദ്യം കൽപ്പിക്കുന്നത് എന്താ? വഖാലയാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ. എല്ലാ നബിമാരും ഓരോരുത്തരുടെ പേരെടുത്തിട്ട് അള്ളാഹു പറയുന്ന അവരൊക്കെ അവരുടെ സമൂഹത്തോട് ആദ്യം കൽപ്പിക്കുന്നത് ഏറ്റവും ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്നുള്ളത് തൗഹീദാണ്. അതാണ് അടിസ്ഥാനം. അത് എല്ലാ നബിമാരും എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം സമൂഹങ്ങളിലേക്ക് നബിമാരെ അയച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ദൗത്യത്തിന്റെ അടിസ്ഥാനം അത് തൗഹീദാണ്, അതിന്റെ മർമ്മം. പിന്നെ അതിന്റെ പുറമേക്കുള്ള പല വിഷയങ്ങളിൽ ശറാഇഅകൾ എന്ന് പറയുന്നത് വെച്ചാൽ ദീനിന്റെ വിധിവിലക്കുകൾ, ഹറാമ് ഹലാലുകൾ, അങ്ങനെ പല വിഷയങ്ങളിൽ കാലഘട്ടത്തിനും അതുപോലെ തന്നെ സാഹചര്യത്തിനും സമൂഹത്തിനൊക്കെ അടിസ്ഥാനത്തിൽ വ്യത്യാസം പല കാര്യങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നബിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു റസൂലിന് ശേഷം മറ്റൊരു റസൂലിനെ അയക്കും അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യാറുണ്ട്? മുൻപ് കഴിഞ്ഞു പോയ റസൂലിന്റെ കാലത്ത് നിലവിൽ നിന്നിരുന്ന വിധിവിലക്കുകൾ മാറ്റി അന്ന് ഹറാമായിരുന്ന പലതും ഹലാലാക്കാറൊക്കെ ഉണ്ട്. അന്ന് ഹലാലായിരുന്ന പലതും ഹറാമാക്കാറ്, അന്ന് ഹറാമായിരുന്ന പലതും ഹലാലാക്കാറുണ്ട്. ഇതിലെന്ത് വരും? ഹറാം ഹലാലുകളിൽ വ്യത്യാസം വരും എന്നതല്ലാതെ ദീനിന്റെ അടിസ്ഥാനത്തിൽ എന്തില്ല? മാറ്റം വരികയില്ല. ഒരു റസൂലിന്റെ അടുക്കലും മാറ്റം വരില്ല. എല്ലാ റസൂലുമാരും ഒരേ ദീനിലായി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ദീൻ എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാമാണ്, വേറെ ദീനൊന്നുമില്ല. അള്ളാഹു വേറൊരു ദീനും അവതരിപ്പിച്ചിട്ടുമില്ല, അത് ഒരു റസൂലിനും അവതരിപ്പിച്ചിട്ടില്ല. ഇന്ന് കാണുന്ന ജൂതമതം അള്ളാഹു അവതരിപ്പിച്ചതല്ല. മൂസ അലൈഹിസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് കൊണ്ട് അവതരിപ്പിച്ചത് തൗഹീദ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന നസാറാക്കളുടെ ഈ ക്രിസ്തു മതം എന്ന് പറയപ്പെടുന്ന ഈ ക്രിസ്ത്യാനിറ്റി അത് അള്ളാഹു അവതരിപ്പിച്ചതല്ല, അള്ളാഹുവിന്റെ അടുത്ത് അത് ദീനല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ആരാണോ ഇസ്ലാം അല്ലാത്തതിനെ ദീനാക്കാൻ ആഗ്രഹിക്കുന്നത് അവനിൽ അതെന്തിയില്ല, ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. കാരണം അള്ളാഹു ദീനായി അവതരിപ്പിച്ച ഇസ്ലാം മാത്രമേ ഉള്ളൂ. അതെല്ലാ കാലഘട്ടത്തിലും അതങ്ങനെ തന്നെയാണ്. അപ്പോ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ റസൂൽ ആരാ? നൂഹ് അലൈഹിസ്സലാം. ഇത് തെളിവെന്താ? ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമായ വഹീനെ പറ്റി പറയുമ്പോൾ നാം നിനക്ക് വഹീ നൽകി ഏതുപോലെ നൂഹിന് ശേഷമുള്ള നബിമാർക്കും വഹീ നൽകിയതുപോലെ. നൂഹിന് ശേഷമുള്ള നബിമാർക്ക് അങ്ങനെ പറയാൻ കാരണം അതിന്റെ അർത്ഥം എന്താ? നൂഹ് അലൈഹിസ്സലാമാണ് ഒന്നാമത്തെ റസൂല്. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ നബി എന്ന് പറയാത്ത? എന്തുകൊണ്ടാണ്? ആദം അലൈഹിസ്സലാം നബിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിൽ നൂഹ് അലൈഹിസ്സലാമയെ ഒന്നാമതാക്കി പറയുന്നത് ഒന്നാമത്തെ നബി എന്ന അർത്ഥത്തിലല്ല, ഒന്നാമത്തെ റസൂൽ എന്ന അർത്ഥത്തിലാണ്. ഒന്നാമത്തെ റസൂല് നൂഹ് അലൈഹിസ്സലാം. ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാം.
ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാമിക്കും നമ്മുടെ റസൂൽ അവസാനത്തെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാമിനും ഇടയ്ക്ക് ഒരുപാട് റസൂലുമാർ കടന്നുപോയിട്ടുണ്ട്. അത് ചിലവരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചിലരെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടെന്നില്ല, തീരെ പരാമർശിച്ചില്ല. മിൻഹും മൻ ഖസസ്ന അലൈക മിൻ ഖബ്ലു വമിൻഹും മൻ ലം നഖ്സസ് അലൈക. നാം നിനക്ക് വിശദീകരിച്ചെന്ന് ചിലരുണ്ട് ഖുറാനിൽ, അതല്ലാത്തവരും ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല പേരെടുത്ത് പറഞ്ഞാണ് നബിമാർ. അത്തരം നബിമാരെ പേര് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ വിശ്വസിക്കണം. പേര് പറയാത്ത നബിമാരെന്ത് ചെയ്യുക, ആ രൂപത്തിലും എങ്ങനെയാണോ നമ്മൾക്ക് പഠിപ്പിക്കപ്പെട്ടത് ആ രൂപത്തിൽ വിശ്വസിക്കേണ്ടതുണ്ട്. പിന്നെ ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ ഖുർആനിനും മറ്റ് കിതാബുകളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അടിസ്ഥാനമാണെന്ത്, മറ്റ് റസൂലുമാരിൽ നിന്ന് നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്. അത് മറ്റൊരു റസൂലിനും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, നൽകിയിട്ടില്ല. മറ്റൊരു റസൂലിനും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല. അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ നേരത്തെ കിതാബ് ഈമാൻ ബിൽ കുതുബിൽ നമ്മൾ പറഞ്ഞു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചേ പറ്റൂ, വേറൊരു നിവൃത്തിയില്ല. ശ്രദ്ധിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വഹി അവതരിപ്പിച്ച 40-ാമത്തെ വർഷം, ആ ഒരു സമയത്തിന് ശേഷം ഒരാൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ, അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കണമെങ്കിൽ അവന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ പറ്റൂല, കഴിയൂല. അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ആ വിഷയത്തിൽ അള്ളാഹു എന്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപ് കഴിഞ്ഞു പോയ നബിമാരിൽ നിന്ന് അള്ളാഹു കരാർ വാങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന്? ഇങ്ങനെ ഒരു റസൂൽ അയക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ റസൂലിനെ നിങ്ങൾ പിൻപറ്റണം, വിശ്വസിക്കണം എന്ന് മാത്രമല്ല, ആ കരാറ് ആ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു റസൂല്, ഇങ്ങനൊരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ കിതാബ്, നമ്മുടെ കിതാബിനല്ല, ആ റസൂലിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നാമത്തെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റ് നബിമാരെയൊക്കെ ഓരോ പ്രത്യേക സമൂഹങ്ങളിലേക്ക് അയച്ചിട്ടുള്ളൂ. മൂസ അലൈഹി സ്വലാം അയക്കപ്പെട്ടത് ഏത് സമൂഹത്തിലേക്കാണ്? ബനു ഇസ്രായേലുകാരിലേക്ക് മാത്രം. വേറെ പുറത്തുനിന്ന് ഒരാൾക്ക് പിൻപറ്റേണ്ട യാതൊരു ബാധ്യതയില്ല. ശ്രദ്ധിക്കണം, മൂസ അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, തൗറാത്ത് നസ്ഖ് ചെയ്യപ്പെടാത്ത കാലഘട്ടത്തിൽ പോലും ബനു ഇസ്രായേലുകാരിൽ നിന്ന് അവരിൽ പെടാത്ത ഒരാൾക്ക് മൂസ അലൈഹി സ്വലാമെ വിശ്വസിക്കേണ്ട ബാധ്യതയില്ല. കാരണം എന്താ? അവരിലേക്ക് അയക്കപ്പെട്ട റസൂലല്ല. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമ അന്വേഷിക്കാൻ വേണ്ടി മൂസ അലൈഹി സ്വലാമെ മറ്റൊരു നബിയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുമ്പോൾ, ആ നബിയുടെ അടുക്കലേക്ക് എത്തുമ്പോൾ മൂസ അലൈഹി സ്വലാമയെ ആ നബി പിൻപറ്റല്ല ചെയ്യുന്നത്, ആ നബിയെ മൂസ അലൈഹി സ്വലാം പിൻപറ്റുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? മൂസ അലൈഹി സ്വലാം അയക്കപ്പെട്ടവരിലേക്ക് ആ ഈ ബനു ഇസ്രായേലിൽ പെടുന്ന വ്യക്തിയല്ല ആര്, ആ നബി എന്നുള്ളത്. അദ്ദേഹം വേറൊരു സമൂഹത്തിൽ പെടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെ പിൻപറ്റേണ്ട ബാധ്യത അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈസ അലൈഹി സ്വലാമെ ബനു ഇസ്രായേലുകാരിലേക്ക് മാത്രം അയക്കപ്പെട്ട റസൂലാണ്. എന്നാൽ നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരിലേക്കും, ബനു ഇസ്രായേലുകാരെന്നോ അറബികളെന്നോ അനറബികളെന്നോ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഒരു വ്യത്യാസമില്ലാതെ
എല്ലാ ആളുകളിലേക്കും ഖിയാമത്ത് നാൾ വരേക്കുള്ള ഓരോരുത്തരിലേക്കും, അത് മനുഷ്യന്മാർ മാത്രമല്ല ജിന്നുകളിലേക്കും കൂടി. ഇങ്ങനെ എല്ലാവരിലേക്കും വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ റിസാലത്താണ് ആരുടേത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത എന്നുള്ളത്, മറ്റെല്ലാ റസൂലുമാർക്കും ശേഷം ഒരു റസൂല് വരുമെങ്കിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഒരു റസൂലോ നബിയോ ഇനി വരാനില്ല. അവസാനത്തെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയൊരു റസൂല് വരില്ല, ഇനിയൊരു നബിയും വരൂല. എന്താണ് റസൂലും നബിയും തമ്മിൽ വ്യത്യാസം? എന്താണ് റസൂലും നബിയും തമ്മിൽ വ്യത്യാസം? ശരീഅത്ത് നൽകപ്പെട്ടവൻ റസൂല്, മുൻപുള്ള ശരീഅത്ത് അത് എത്തിക്കാൻ കൽപ്പിക്കപ്പെട്ട വ്യക്തി നബി. അങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അതല്ല, വേറൊരു വിശദീകരണം എന്നുള്ളത്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, അതായത് തൗഹീദും ഇസ്ലാമൊക്കെയുള്ള അവരിലേക്ക് അയക്കപ്പെട്ടവർ നബിമാരെന്നും, അതല്ല ശിർക്കും കുഫറൊക്കെ ഉള്ളവരിലേക്ക് അയക്കപ്പെട്ടവർ, ഇങ്ങനെ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്തായാലും അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടാത്തവൻ നബിയാവൂല, റസൂലാവൂല. അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടുമ്പോഴാണ് എന്താവുക? ഒരാൾ നബിയാവുക. അതിലെല്ലാവർക്കും ഇത്തിഫാഖുള്ള വിഷയം, സംശയമില്ലാത്ത, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം. പിന്നെ റസൂലാകുന്നത് എപ്പോഴാണെന്നുള്ളത് മാത്രമാണ് എന്തുള്ളത്? തർക്കമുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്നുള്ളതിലും എന്തുണ്ട്? ഇത്തിഫാഖുണ്ട്. അതൊക്കെ തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. ഇനി റസൂൽ എന്നോ നബി എന്നോ പറഞ്ഞൊരാളും വരികയില്ല. അങ്ങനെ വന്നാൽ നമുക്ക് യാതൊരു സംശയമില്ലാതെ എന്ത് പറയാം? ഏതുറക്കത്തിലും പറയാം, കള്ളനാണ്. അങ്ങനെ വാദിക്കുന്നവൻ കള്ളനാണ്. അവനെ സത്യപ്പെടുത്തുന്നവൻ കാഫിറാവും. സത്യപ്പെടുത്തുന്നവൻ ദീനിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ തന്നെ നാം നേരത്തെ പറഞ്ഞ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് എന്ത് ചെയ്യേണ്ടതില്ല? പിൻപറ്റേണ്ടതില്ല. അല്ലെങ്കിൽ ഈ എന്താ പറയാ, സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ശറാഇകളെ, ശരീഅത്തിനെ പിൻപറ്റേണ്ടതില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിച്ചാൽ അവരും ദീനിൽ നിന്ന് പുറത്തു പോകും. നേരത്തെ പറഞ്ഞു, മൂസ അലൈഹി ഇസ്ലാമയും ഖിദർ അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന നബിയും, അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അവർക്ക് ആ വ്യക്തിക്ക് മൂസ അലൈഹി ഇസ്ലാം പിൻപറ്റേണ്ട ആവശ്യം, മൂസ അലൈഹി ഇസ്ലാം അയക്കപ്പെട്ട അതേ സമയത്ത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിലേക്ക് അയക്കപ്പെട്ടതല്ല, ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരിലേക്കും അയക്കപ്പെട്ടതാണ്. അന്ന് ആ വഹി ഇറങ്ങിയ ആദ്യ ദിവസം മുതൽ ഖിയാമത്ത് നാൾ വരേക്കുള്ള ഓരോരുത്തരിലേക്ക് അയക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരാൾക്ക് അതിന് പറ്റും എന്ന് വെച്ചാൽ അവന് ഈ ദീനിലെ ഹറാമുകൾ അവന് ഹറാമാവൂല, അല്ലെങ്കിൽ ഈ ദീനിലെ വാജിബുകൾ അവന് പാലിക്കേണ്ട നിർബന്ധ ബാധ്യതയില്ല എന്ന് വിശ്വസിച്ചാൽ നമ്മൾ കാഫിറാവും. ശ്രദ്ധിക്കണേ, അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ കാഫിറാവും. വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്ന് വെച്ചാൽ ഓരോരുത്തരും ഈ റസൂലിനെ പിൻപറ്റാൻ ബാധ്യസ്ഥരാണ്. അതിന് നാടുകൾ എന്തല്ല, നാടിന്റെ അതിർവരമ്പുകൾ അതിന് വ്യത്യാസം ഉണ്ടാക്കുന്നില്ല, ഭാഷ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല, വർണ്ണമോ ജാതിയോ കുടുംബമോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അതിന് വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. എല്ലാവർക്കും അദ്ദേഹത്തെ പിൻപറ്റൽ ബാധ്യതയാണ്, നിർബന്ധമാണ്. ഇതിങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള പല ആളുകൾ പോലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, ഒരാളിങ്ങനെ ഒരുപാട് ഇബാദത്തുകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു വലിയ കായി മാറിക്കഴിഞ്ഞാൽ, അല്ലേ, ത്വരീഖത്തിൽ ഒരു ഷെയ്ഖൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടതില്ല, നിസ്കരിക്കണ്ട,
നോമ്പെടുക്കണ്ട. അവരത് വലിയ മദ്ഹായിട്ട് പറയും. ഞങ്ങളുടെ ശൈഖുന എന്ത് ചെയ്യാറില്ല, നിസ്കരിക്കാറില്ല. ഞങ്ങളുടെ ശൈഖുന റമദാനിൽ നോമ്പെടുക്കാറില്ല എന്ന് മാത്രമല്ല, നോമ്പെടുക്കുന്നവരെന്ത് ചെയ്യാറുണ്ട്, നോമ്പ് മുറിപ്പിക്കുക കൂടി. അവര് മദ്ഹായിട്ട് വലിയ പോരിശയായിട്ട് പറയുന്ന കാര്യമാണ്. കാരണം അവരത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ, അവരുടെ വിശ്വാസം എന്താ, ശൈഖുന വലിയാണ്. ശൈഖുന വലിയ ആയതുകൊണ്ട് തന്നെ ശൈഖുനയ്ക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത് എന്ത് ചെയ്യണ്ട, പിൻപറ്റേണ്ട കാര്യം. ശൈഖുനൻ്റെതായ ഒരു ശരീഅത്തുണ്ട്. ശൈഖുനൻ്റെതായ ഒരു ശരീഅത്ത്. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ ആ നിസ്കരിക്കാത്തവൻ കാഫറാന്ന് നമുക്കറിയാം, ആ വിശ്വസിക്കുന്നവനും കാഫറാവും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ആയത്തുകൾ എന്ന് വെച്ചാൽ ദൃഷ്ടാന്തങ്ങൾ, നമ്മൾ മുഅ്ജിസത്തുകൾ എന്നൊക്കെ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുള്ളത് നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം. മുൻപ് ഒരു നബിമാർക്കും കൊടുത്തിട്ടില്ലാത്ത അത്രയും ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടമാക്കിയിട്ടുണ്ട്. അത് ഒരുപാടുണ്ട്. ആ വിഷയത്തിൽ മാത്രം ഒരുപാട് വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ദലായിലുൻ നുബുവ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആധുനികരും പൂർവികരായിട്ട് ഒരുപാട് ഉലമാക്കൾക്ക്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തെളിവുകളിൽ, ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ തെളിവ് അത് ഖുർആനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്നുള്ളത് അത് ഖുർആനാണ്. പക്ഷെ നമ്മൾ ഖുർആനിലേക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാത്തത് കൊണ്ടും അതിലേക്കൊന്നും വലിയ കാര്യം നമുക്കതിനുള്ള സമയമില്ലാത്തത് കൊണ്ടൊക്കെ നമുക്കതെന്താണ്, അതിൻ്റെ വില എന്താണ്, മൂല്യം എന്താണ് എന്നറിയാത്തൊരവസ്ഥയാണ്. പണ്ട് ഉലമാക്കളൊരു സംഭവം പറയാറുണ്ട്. ഒരാളിങ്ങനെ ഒരു പുഴക്കരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അടുക്കൽ കുറെ കല്ലുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. രാത്രിയാണ്, സൂര്യൻ ഉദിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ കല്ല് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വെറുതെ സമയം പോകുന്ന ഒരു മുഷിപ്പായപ്പോ ഓരോ കല്ലെടുത്തിട്ട് ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ എറിയാം. ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ഇങ്ങനെ കുറെ ആയി. ഇങ്ങനെ നേരം വെളുക്കാനായപ്പോ 2-3 കല്ല് ബാക്കിയുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ആ ഒരു കല്ലിന്റെ കൂമ്പാരം രത്നത്തിന്റെ കൂമ്പാരങ്ങളായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ കയ്യിൽ ഖുർആനുണ്ട്, പക്ഷെ അതിൽ എന്താണ് അതിന്റെ മൂല്യം, അതിന്റെ വാല്യൂ എന്താണ്, അതിലടങ്ങിയിട്ടുള്ള അറിവുകളുടെ ആഴം എന്താണ്, ഇതൊന്നും നമുക്ക് അതൊട്ട് അന്വേഷിക്കാനോ അറിയാനോ പഠിക്കാനോ ഒന്നിനും നമുക്ക് അത്ര സമയം കിട്ടുന്നില്ല. ഇത് കിട്ടുമ്പോഴേക്കും, അറിവ് കിട്ടുമ്പോഴേക്കും, അല്ലെങ്കിൽ ആ ഒരു ബോധം വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകി നമുക്ക് തോന്നും. ശ്രദ്ധിക്കണം, ഖുർആനിന്റെ വിഷയങ്ങളിൽ അങ്ങേയറ്റം അഗാധമായ അറിവ്, അത് ചരിത്രത്തിൽ എല്ലാ പണ്ഡിതന്മാരും സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് മരിക്കുന്നു. ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കിതാബും ഒരു പേനയും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തൊരു മുസാഫ് മാത്രമാണ്, വേറൊന്നും അവർ കൊടുക്കൂല. അങ്ങനെ ആ മുസാഫുമായി ഒറ്റയ്ക്കായി അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം, അവസാന കാലത്ത് അദ്ദേഹം പറയണേ, ഞാൻ ഈ രൂപത്തിൽ ഖുർആനിനെ കുറച്ചുകൂടി മുമ്പേ എന്ത് ചെയ്യേണ്ടതായിരുന്നു, ഇതുപോലെ ഖുർആനിൽ ആഴത്തിൽ ഞാൻ മുഴുകേണ്ടതായിരുന്നു, കുറച്ചുകൂടി കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സമയം ഖുർആൻ ഞാൻ നീക്കി വെക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തെ പോലെ ഖുർആനിൽ അഗാധജ്ഞാനമുള്ളൊരു പണ്ഡിതന് വിലപിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ യാഥാർത്ഥ്യത്തിലുള്ള അതിൻ്റെ സൗന്ദര്യം അത് മനസ്സിലാക്കിക്കൊണ്ടാണ്. അത് തിരിച്ചറിയുമ്പോഴാണ് ആ ഒരു മനസ്സിൽ വിഷമം വരിക. ഇത്രയും സമയം
ഇത് എൻ്റെ കയ്യിലുണ്ടായിട്ട് വീട്ടിൽ മുസാഫുണ്ട്, കുറേ പ്രിന്റുകളുണ്ട്, ഷെൽഫിലുണ്ട്, പൊടി പിടിച്ചതും പൊടി പിടിക്കാത്തതും കീറി പറഞ്ഞതും അല്ലാത്തതായ ഒരുപാട് മുസാഫുണ്ട്, മൊബൈലിൽ ആപ്പുകളുണ്ട്, എങ്ങോട്ട് പോയാലും കാറിൽ റേഡിയോയിൽ എല്ലാവരും ഉണ്ട്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ പറ്റാതായതുള്ള വിഷമം ആ ഒരു സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കണം. ഖുർആന്റെ വിഷയത്തിൽ അത് നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അറബി ഭാഷയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രാമറൊക്കെ പഠിച്ച് ബലാഗ എന്ന് പറയുന്നൊരു വിഷയം, ആ ഒരു വിഷയം ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നിശ്ചയിച്ചത്. നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നിശ്ചയിച്ചത് നമുക്ക് മനസ്സിലാവും. അതിന് ഒരുപാട് വജ്ഹുകളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും വലിയൊരു സ്ഥാനം അതിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ആ സ്ഥാനം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം എന്താണ് ആ വിഷയത്തിൽ ഒരുപാട് കുറവുകൾ നമ്മൾക്ക് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു വലിയൊരു ദുരവസ്ഥയാണ് നമ്മുടെ ഓരോരുത്തരുടെയും, എൻ്റെ അടക്കം. അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, താബീങ്ങൾ പറയാറുണ്ട്, സഹാബത്തിനോട് ഏതൊരു വിഷയത്തിൽ സംശയം ചോദിച്ചാലും അവർക്ക് അതിനുള്ള മറുപടി ഖുർആനിലുണ്ടാവും. ഏതൊരു വിഷയത്തിൽ സഹാബത്തിനോട് സംശയം ചോദിച്ചാലും അവർക്ക് അതിനുള്ള മറുപടി ഖുർആനിൽ നിന്നുണ്ടാവും. എല്ലാ സംശയത്തിനും ഉത്തരം പറയാൻ ഖുർആനിൽ നിന്നായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് തരത്തിൽ, ഒരുപാട് വജ്ഹുകളിൽ ഖുർആനിന്റെ ശ്രേഷ്ഠത, അല്ലെങ്കിൽ അതിൻ്റെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം വിവിധ വിഷയങ്ങളിൽ കഴിവുള്ള പണ്ഡിതന്മാർ, ഭാഷാ പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഉസൂൽ ഫിഖിൽ കഴിവുള്ള ഉസൂലികൾ, നഹ്വികൾ, അങ്ങനെ ഓരോ വിഷയത്തിൽ കഴിവുള്ള അതിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഖുർആനിനെ തഫ്സീർ ചെയ്തിട്ടുണ്ട്. ഖുർആന്റെ തഫ്സീറുകളുടെ എണ്ണം ഒരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്ര ആയിരക്കണക്കിന് തഫ്സീറുകൾ ഖുർആനുണ്ട്. അത് വളരെ വലിയ ഗ്രന്ഥങ്ങൾ ചെറുതും ഒക്കെ ഉണ്ട് അതിൽ. ഇത്രയും തഫ്സീറുകൾ അതിനെഴുതിയിട്ട് പോലും ഇനിയും അതിൽ വിശദീകരിക്കപ്പെടാതെ ബാക്കിയായി കിടക്കുന്ന വെച്ചാൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന അറിവുകൾ ഇനിയും ഒരുപാടുണ്ട്. തീരുന്ന, എത്ര എടുത്താലും വറ്റാത്തൊരു ഉറവയാണ്. ദംദം കിണർ പോലെ എത്ര എടുത്താലും വെള്ളം തീരാത്ത പോലെ അറിവ് എത്ര എടുത്താലും അവസാനിക്കാത്ത ഒരു ഉറവയാണെന്ത്, ഖുർആൻ എന്നുള്ളത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ആണ് ഖുർആൻ എന്നിരിക്കെ, ഈ ഖുർആൻ നമ്മൾക്ക് മുൻനിർത്തി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളുകളെ ദഅവത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഖുർആനിലൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു റസൂലാണെന്ന് എങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കാം? അതിനുള്ള വഴി എന്താ? നമ്മുടെ മുന്നിൽ ഒരാൾ എന്ത് ചെയ്യണം, കടന്നു വരിക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കാത്ത ഒരാൾ വരിക. അയാൾക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്താ ചെയ്യാം? ഖുർആൻ കൊണ്ട് എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക? എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക? അയാൾക്ക് അറബി അറിയില്ല, നമുക്കേ അറിയില്ല, പിന്നെ അയാൾക്കറിയാം. എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക? ഞാൻ ഉദാഹരണങ്ങൾ പറയാം, 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളാണ്, അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി.
ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഖുർആൻ എന്ത് ചെയ്തിട്ടില്ല, മാറ്റത്തിരുത്തലുകൾ വന്നിട്ടില്ല എന്ന്. അത് ഖുർആന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് തെളിയിക്കാൻ സാധിക്കും. അതിന് ഉള്ളൊരു വഴിയാണെന്ത്, ഖുർആനിന്റെ പ്രിന്റുകൾ, കോപ്പികൾ, അത് 7 റിവായത്ത് 10 റിവായത്ത് അങ്ങനെ പല തരത്തിലുള്ള കോപ്പികളും പ്രിന്റുകളൊക്കെ ഉണ്ട്. ഏത് ഖുർആനിന്റെ കോപ്പി എടുക്കാൻ അവരോട് പറയാം, ആവശ്യപ്പെടാം. ഖുർആനിന്റെ ഏത് കോപ്പി, ഏത് കാലഘട്ടത്തിലുള്ള ആയിക്കോട്ടെ. ആദ്യത്തെ മുസ്ഹഫ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ശേഖരിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിതരണം ചെയ്ത ആ പ്രിന്റുകളിൽ നിന്ന് തുടങ്ങി അവിടെ തൊട്ട് അതും ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്, പല മ്യൂസിയങ്ങളിലൊന്നും ഉണ്ട്. അതുപോലെ തന്നെ അത് മുതൽ അവർക്ക് പരിശോധിക്കാം. ഇന്ന് വരെയുള്ള ഏത് ഖുർആന്റെ പ്രിന്റും ഏത് കോപ്പിയും പരിശോധിക്കാം. കാലഘട്ടങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പൊ എന്താ പറയാ, ഈ സൈഡിലുള്ള എന്താ പറയാ ഡിസൈനുകൾ, അതുപോലെ തന്നെ കുറച്ച് ഭംഗിയിലുള്ള ലിപികൾ, അതുപോലെ തന്നെ കുത്ത് വര ഹർക്കത്തുകൾ, ഫത്ഹ കസറ, ഇങ്ങനെയുള്ള മാറ്റങ്ങളല്ലാതെ ഒരു തരി മാറ്റം ഇവയൊന്നിലും ഒരാൾക്ക് കാണിക്കാൻ സാധിക്കില്ല. അവർ വേണമെങ്കിൽ പരിശ്രമിച്ചോട്ടെ. ഇന്നത്തെ കാലത്ത് അതെല്ലാം സാധിക്കും. അവിടെ എല്ലാവരും യാത്ര ചെയ്യണമെന്നൊന്നുമില്ല. അതിന്റെ പലതിന്റെയും കോപ്പികൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്, PDF ആയിട്ട്. അവർക്ക് താരതമ്യം ചെയ്യാം. ഹക്ക് വേണം, ഹക്ക് കണ്ടെത്തണം എന്നുള്ള താല്പര്യമുള്ളവർക്ക് സത്യസന്ധമായിട്ട് അന്വേഷിക്കാം, നിഷ്പക്ഷമായിട്ട് ആർക്കും ചെയ്യാം. അവർ പരിശോധിക്കട്ടെ, അവർക്ക് മനസ്സിലാവും. ഇതിങ്ങനെ എത്ര കാലഘട്ടം കഴിഞ്ഞിട്ടും ഒരു തരി പോലും വ്യത്യാസമില്ലാതെ നിലനിൽക്കണമെങ്കിൽ ഇത് സാധാരണ ഒരു ഗ്രന്ഥമല്ല എന്ന് അവർക്ക് മനസ്സിലാവും. കാരണം ബൈബിൾ നിങ്ങൾക്കറിയോ? ബൈബിൾ എന്ന് പറഞ്ഞാൽ അവര് സാധാരണഗതിയിൽ അവർ പറയുന്നത്, പ്രചരിപ്പിക്കപ്പെടുന്ന അതിലെന്തുണ്ട്, തൗറാത്തും ഇഞ്ചീലും ഉണ്ടെന്നാണ്. പുതിയ നിയമവും പഴയ നിയമം എന്ന് പറയുന്നതിനാണ്. ഈ തൗറാത്തിൽ അല്ലെങ്കിൽ ഈ ഇഞ്ചീലില് ഈ ട്രിനിറ്റി എന്ന് വെച്ചാൽ ത്രിയേകത്വം, അതിന് തെളിവായി പിടിക്കുന്ന അവരുടെ ചില വാക്യങ്ങൾ, വാചകങ്ങൾ, നമ്മൾ ആയത്ത് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഇടയിലുള്ള ആ ഒരു കാര്യം, അതിൽ നിങ്ങൾ എടുത്തു നോക്കിയ ഈ പ്രിന്റുകളൊക്കെ, ബൈബിളിന്റെ പ്രിന്റുകളൊക്കെ നിങ്ങൾ ശേഖരിച്ചു നോക്കാം. ബൈബിളിന്റെ പ്രിന്റുകൾ നിങ്ങൾ ശേഖരിച്ചു നോക്കുക. നിങ്ങൾ അങ്ങനെ ശേഖരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്. കാരണം പല തരത്തിൽ പല രൂപത്തിലാണ് എന്ത് ചെയ്യുക, ഓരോ ബൈബിളിന്റെ രൂപങ്ങൾ കിട്ടുക. ഓരോന്നിനും ഓരോ പേരുകളുണ്ട്, ഓരോന്നിനും ഓരോ വ്യത്യസ്ത പേരുകളുണ്ട്. അതിൽ പലതിലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ത്രിയേകത്വത്തിന്, ട്രിനിറ്റിക്ക് തെളിവ് പിടിക്കുന്ന ആ ഭാഗം കാണാൻ കഴിയില്ല. നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു മസാലയുടെ വിഷയമല്ല പറയുന്നത്. അവരുടെ ദീനിന്റെ അടിസ്ഥാനമാണ് എന്ത്, ഈ ത്രിയേകത്വം എന്നുള്ളത്. ആ ഒരു കാര്യം പോലും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അവരുടെ വേദഗ്രന്ഥത്തിലെ എല്ലാ കോപ്പികളൊന്നും പ്രിന്റുകളൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കാണിക്കാൻ കഴിയില്ല. ദീനിന്റെ അടിസ്ഥാനം പോലും അവരുടെ വേദഗ്രന്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അതാണ് അവരുടെ ദീനിന്റെ കോലം. അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ അതുപോലും അവർക്ക് അവരുടെ വേദഗ്രന്ഥത്തിൽ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ പറ്റാത്തൊരു കൗമ്. അതെന്ത് കൗമാണ്, എന്ത് ദീനാണത്, എന്ത് കിതാബാണത്? പക്ഷെ നമുക്ക് നേരെ തിരിച്ചാണ്. അടിസ്ഥാനം എന്നല്ല, ഓരോ തരിയും മുക്കും മൂലയും എവിടെയും കൂടിയതോ കുറയുന്നതോ ആയിട്ട് ഒരാൾക്കും കാണിക്കാൻ കഴിയില്ല. ഒരാൾക്കും കാണിക്കാൻ കഴിയില്ല. ഇത് സത്യസന്ധമായി നിഷ്പക്ഷമായി പഠിക്കാൻ തയ്യാറുള്ള ആർക്കും, ഏതൊരു വിഭാഗക്കാരനും കൺമുന്നിൽ കാണാൻ സാധിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യം ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥ ഖിയാമത്ത് നാൾ വരെ എങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇത് ഒരു രൂപം മാത്രമാണ്. ഇതൊരു രൂപം മാത്രമാണ്. ഇതല്ലാതെ ഖുർആനിന്റെ ആശയങ്ങൾ കൊണ്ടാണെങ്കിൽ, ഇത് പ്രത്യക്ഷത്തിലുള്ള ഒരവസ്ഥയാണ്. അതിന്റെ ആശയങ്ങൾ കൊണ്ടാണെങ്കിൽ ഖുർആനിലെ ചില പദപ്രയോഗങ്ങൾ കൊണ്ട് മാത്രം ഇസ്ലാമിലേക്ക് കടന്ന എത്ര ആളുകളുണ്ട് പറയും. ഖുർആനിലെ പദപ്രയോഗങ്ങൾ,
അതുകൊണ്ട് മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്ര ആളുകളുണ്ട്. പ്രത്യേകിച്ച് ആ വിഷയത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും സയൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു വിഷയം, ആ വിഷയത്തിൽ ഖുർആൻ നടത്തിയ പരാമർശം, ആ വിഷയം അങ്ങേയറ്റം പഠിച്ച് അതിൽ റിസർച്ച് നടത്തിയുള്ള ഒരു പണ്ഡിതൻ ആ ഒരു വാക്ക് കാണുന്നതോട് ഇസ്ലാമിലേക്ക് എന്ത് ചെയ്യണം, കടന്നു വരികയാണ്. എത്ര വിഷയങ്ങൾ, എത്ര ആയത്തുകളുണ്ട് അങ്ങനെ. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും, ഒരുപാട് രൂപത്തിൽ നമുക്ക് ഖുർആനിലൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, ഹിസ്റ്ററി അറിയുന്ന ഒരാൾക്കും ആ വഴിക്ക് നമ്മൾ പറഞ്ഞ ഓരോ വഴിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് സ്ഥാപിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ചരിത്രം ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, ഓരോ വഴിയിലൂടെ ഓരോന്നിനും അതിൻ്റെതായ രൂപങ്ങളോട് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. ഹിസ്റ്ററി ഞാൻ പറഞ്ഞില്ല, ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം എന്തായിരുന്നു? എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന കാര്യമാണ്, മുഹമ്മദിന് എന്തറിയില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഴുത്തും വായന അറിയില്ല. എഴുത്തും വായനയും അറിയില്ല. ഒരക്ഷരം എഴുതാനോ അതെന്ത് ചെയ്യാനോ എഴുതിയത് വായിക്കാനോ അറിയില്ല. ചരിത്രകാരന്മാരെല്ലാവരും അംഗീകരിക്കുന്ന ഈ ഒരു എഴുത്തും വായനയും അറിയാത്ത ഒരാൾ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം എഴുത്തും വായനയും അഭ്യസിച്ച് സാഹിത്യത്തിന്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ആളുകൾക്ക് പകരം പറയാൻ പറ്റാൻ സാധിക്കാത്തത്രയും നിലവാരത്തിലുള്ള, ഉയർന്ന നിലവാരത്തിലുള്ള വാക്യങ്ങൾ പെട്ടെന്നൊരു ദിവസം, ജനിച്ചപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങിയല്ലോ, 40 വയസ്സ് വരെ ഒന്നും പറയാത്ത ഒരാളല്ലേ, അതുവരെ അങ്ങനത്തെ ഒന്നും ഒരു കാര്യവും ആരും കേട്ടിട്ടില്ല. പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്യും, പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, മാനുഷികമല്ല എന്ന് ഏതൊരാൾക്കും, സത്യസന്ധമായി അന്വേഷിക്കുന്ന ഏതൊരാൾക്കും കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ മേഖലയിലൂടെ നമ്മൾ ഓരോ വശത്തിലൂടെ അന്വേഷിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഖുർആനിന്റെ സത്യസന്ധത, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടും. ഇനി അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മുൻപ് കഴിഞ്ഞു പോയ വേദങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ വേദങ്ങളോട് എന്ത് ചെയ്യാൻ സാധിക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിക്കും. ചില വേദങ്ങളിൽ മുഹമ്മദ് എന്ന പേര് അങ്ങനെ തന്നെ ഉണ്ട്. മുഹമ്മദ് എന്ന പേര് അങ്ങനെ തന്നെ ഉണ്ട്. ചിലതിൽ നമ്മൾ നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു സംഭവം വിശദീകരിച്ച് പറഞ്ഞതുപോലെ വിശേഷണങ്ങളാണ്, പേരിന് പകരം വിശദമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകം എടുത്തു പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ പല രൂപത്തിൽ നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ദീനിന്റെ അടിസ്ഥാനങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചുറ്റും ഉള്ള ആളുകൾ, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ആളുകൾ, അവരൊന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ പര്യവസാനം നരകമാണ്. അപ്പൊ അവരോട് നമുക്ക് എന്ത് വേണം, നസീഹത്ത് വേണം. നമ്മൾ നരകത്ത് പോവാതിരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ നാട്ടുകാരിൽപ്പെട്ട, അയൽക്കാരിൽപ്പെട്ട, കൂട്ടുകാരിൽപ്പെട്ട അങ്ങനെയുള്ള ആളുകളും നരകത്ത് പോവാതിരിക്കാൻ നമുക്ക് എന്ത് വേണം, ആഗ്രഹം വേണം. അതിന് വേണ്ടതൊക്കെ പരിശ്രമങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നടത്തണം. ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ. നമ്മൾ പറഞ്ഞു, ഇതൊക്കെ സത്യസന്ധമായി നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ വളരെ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എത്രയോ ആളുകൾ ഈ ഒരു ഇങ്ങനെയുള്ള പഠനങ്ങളോട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് ഇനിയും അതങ്ങനെ തന്നെ നിലനിൽക്കുന്ന തെളിവുകളാണ്. ഇതൊരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരാൾക്കും നശിപ്പിക്കാനോ എന്തെങ്കിലും മാറ്റത്തിരുത്തുകൾ വരുത്താനോ സാധിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് നമ്മുടെ റസൂലിനോട് ചില ബാധ്യതകളുണ്ട്.
അതുകൊണ്ട് പറഞ്ഞിട്ട് എന്ത് അവസാനിപ്പിക്കാം. നമ്മൾക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ബാധ്യതകളുണ്ട്. എന്ന് വെച്ചാൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രം പോരാ. മറിച്ച് നമ്മൾക്ക് ആ പറഞ്ഞ വാക്ക് സത്യസന്ധമാകണമെങ്കിൽ ചില കാര്യങ്ങൾ, ചില വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അത് അള്ളാഹു അയച്ചതാണ്. അള്ളാഹു പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളത് മാത്രമാണെന്ത് റസൂലിന്റെ ബാധ്യത. അപ്പോൾ ഈ റസൂൽ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞതായിരിക്കും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ഇത് ദീനാണ് എന്ന് പറഞ്ഞു തരുമ്പോൾ അത് ആര് പറഞ്ഞതായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികമായി അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ ബാധ്യത. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികമായി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്ക് എതിരാകാത്തിടത്തോളം നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരനുസരിക്കും. അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്ക് എതിരായാൽ നമ്മൾ ഒരാളെ അനുസരിക്കൂല. കാരണം നമ്മൾക്ക് അനുസരിക്കാൻ ബാധ്യതയുള്ളത് അള്ളാഹുവിനെയും അതിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൻ അതാ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരാണോ റസൂലിനെ അനുസരിക്കുന്ന അവൻ എന്ത് ചെയ്തു? അള്ളാഹുവിനെ അനുസരിച്ചു എന്നവർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കലാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒന്നാമത്തെ ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് മേഖലകളുണ്ട്. ചെയ്യണം എന്നുള്ളതും ചെയ്യണ്ട എന്നുള്ളതും. രണ്ടിലും അനുസരിക്കണം. ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മുടെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യണം? അത് മുടങ്ങി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏതുപോലെ 5 നേരത്തെ നിസ്കാരം പോലെ. 5 നേരം നിസ്കരിക്കുമ്പോൾ 5 നേരം എന്ത് ചെയ്യണം? ആ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തന്നെ നിസ്കരിക്കണം. അത് ആണുങ്ങളോട് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ തന്നെ പോയി നിന്ന് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് തന്നെ നിസ്കരിക്കണം. ഇതിന് ഓരോന്നിനും തടസ്സങ്ങൾ വരുമ്പോൾ മാത്രം പള്ളിയിൽ പോകാൻ രോഗമുണ്ട് വീട്ടിൽ നിസ്കരിക്കുക, നിൽക്കാൻ പ്രയാസമുണ്ട് ഇരുന്ന് നിസ്കരിക്കുക, സമയത്ത് ഉറങ്ങിപ്പോയി മനഃപൂർവ്വമല്ല വിട്ടുപോയി ഉടനെ ഓർമ്മ നിസ്കരിക്കുക. ഇങ്ങനെ സാധിക്കുന്നതിന് മാക്സിമം എന്ത് ചെയ്യുക? അനുസരിക്കുക, പറഞ്ഞത് ചെയ്യാം. പിന്നുള്ളത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിവിന്റെ എന്തില്ല? വിഷയം അവിടെ വരുന്നില്ല. ഒരു കാര്യം ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കഴിവിന്റെ ആവശ്യമുണ്ടോ? അത് ചെയ്യാതിരുന്നാൽ മാറി നിന്നാ പോരെ. ശ്രദ്ധിക്കണേ, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിവിന്റെ ആവശ്യമുണ്ട്. ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ കഴിവിനെ ബന്ധപ്പെടുത്തിയിട്ട് അതുള്ളത് നമുക്ക് സാധിക്കുന്നതിന് മാക്സിമം ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൽപ്പനയെ സംബന്ധിച്ചും വിലക്കിനെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ ഇദാ അമർതുക്കും ബി അംരിൻ ഫഅതു ബിഹി മസ്തതഅതു, ഒരു കൽപ്പന നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾക്ക് മസ്തതഅതു, നിങ്ങൾക്ക് സാധിക്കുന്നതിന് മാക്സിമം ചെയ്യാനാ പറഞ്ഞു. വൈദാ നഹൈതുക്കും അൻ ഷൈഇൻ ഫജ്തനിബു, ഞാൻ ഒരു കാര്യത്തോട് നിങ്ങളെ വിലക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് വിട്ടു നിൽക്കണം. മസ്തതഅത്ത് എന്ന് പറഞ്ഞില്ല. ഒരു കാര്യത്തിൽ നിന്ന് വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറി നിൽക്കുക, അതിൽ നിന്ന് വിട്ടു നിൽക്കുക, മാറി നിൽക്കുക.
അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് പറഞ്ഞു തന്നാൽ നമ്മളെ സംബന്ധിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? അതെങ്ങനെ ശരിയാവുക, ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുകയോ പറയാനൊന്നും പാടില്ല. മറിച്ച് ആ പറഞ്ഞു തരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ലല്ലോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ജീവിതത്തിൽ ഒരു ചെറിയൊരു വിഷയത്തിലും കളവ് പറയാത്തൊരു വ്യക്തിയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ കാര്യത്തിൽ റസൂൽ കളവ് പറയും? ഒരിക്കലും പറയില്ല. അത് അള്ളാഹ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് പറയുന്നതാണെങ്കിൽ അള്ളാഹു ആണ് എന്നെക്കാൾ അറിയുന്നത്, അല്ലേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, നമ്മൾ മനുഷ്യനാണ്, ഓക്കെ, ഒരുപോലെ. അള്ളാഹു നമ്മുടെ റബ്ബല്ലേ, നമുക്കാണ് കൂടുതൽ, റബ്ബിനാണ് കൂടുതൽ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കറിയാത്തൊരു കാര്യം പറഞ്ഞൊന്നു വിചാരിച്ചാൽ മതി. നമുക്ക് നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള തിയറികൾ കൊണ്ടോ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ടോ ഇങ്ങനെ ഒന്നും ഒരു കാര്യം നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇത്ര കണക്കാക്കിയാൽ മതി, എനിക്കറിയാത്തൊരു കാര്യം റബ്ബ് എനിക്ക് പറഞ്ഞു തന്ന, അത്ര വിചാരിച്ചാൽ മതി. എന്നെക്കാളും ഈ കാര്യം എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ എൻ്റെ റബ്ബാണ്. റബ്ബ് ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് എന്ത് ചെയ്യും? സത്യപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല കളവായിട്ടൊരു കാര്യം പറയും, അങ്ങനെ കളവ് പറയേണ്ട ആവശ്യം എന്താ? റബ്ബിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മൾക്ക് പറഞ്ഞു തന്നാൽ അതെന്ത് ചെയ്യുക? സത്യപ്പെടുത്തുക. അങ്ങനെ തന്നെയാണത് എന്നെന്ത് ചെയ്യുക? ഉറച്ചു വിശ്വസിക്കുക. അതെത്ര വലിയ എന്താ പറയാ, നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിലും അതങ്ങനെ തന്നെയാണെന്ന് എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക, മനസ്സിനെ ആ രൂപത്തിൽ പാകപ്പെടുത്തിയെടുക്കുക. പക്ഷെ ഇത് വേറെ ആരോടും നമുക്ക് ബാധ്യതയില്ല. ഈ ഒരു എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഈ മനോഭാവം ഇത് നമുക്ക് വേറെ ആരോടും ബാധ്യത, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള ഹക്കാണ്. വേറെ ആർക്കും നമുക്ക് എന്തില്ല, ഈ ബാധ്യതയില്ല. എത്ര വലിയ സയന്റിസ്റ്റ് ആയിക്കോട്ടെ, എത്ര വലിയ എന്താ പറയാ വ്യക്തി ആയിക്കോട്ടെ, നമുക്ക് ഈ പറയുന്നതെല്ലാം സത്യപ്പെടുത്തേണ്ട ബാധ്യത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണോ എങ്കിൽ സത്യമാണ്. ആര് പറഞ്ഞതുപോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇൻ കാന ഖദ് ഖാലഹു ഫഖദ് സദഖ. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിലത് സത്യമാണ്, എങ്കിലത് സത്യമാണ്. ഇത്ര നമുക്ക് ഒരു മുസ്ലിമെ സംബന്ധിച്ചത് ഇത്രേ ബാധ്യതയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് അന്വേഷിക്കുക, ആണെങ്കിൽ എന്ത് ചെയ്യുക? സത്യപ്പെടുത്തുക. ഒരുപാട് കാര്യം. ഇപ്പൊ ഇങ്ങനെ ഒരു സദസ്സ്, ഇൽമിന്റെ സദസ്സ്, ഇവിടെ എന്ത് ചെയ്യും? മലക്കുകൾ എന്ത് ചെയ്യും? അവരെ മൂടിപ്പൊതിയും, അവരുടെ ചിറകുകൾ എന്ത് ചെയ്യും? താഴ്ത്തിക്കൊടുക്കും. അതുപോലെ തന്നെ മലക്കുകൾ എന്ത് ചെയ്യും? അവരുടെ മേലേക്ക് മേലെ, എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഇരുന്ന് ഈ സദസ്സിൽ സന്നിഹിതരായി അവര് മുകളിലേക്ക് വന്ന് ആളുടെ എണ്ണം കൂടുതൽ ആയതുകൊണ്ട് തന്നെ ചെയ്യും, മുകളിലേക്ക് കയറി എന്ത് ചെയ്യും? ഈ സദസ്സ് മുതൽ ഒന്നാം ആകാശം വരെ മലക്കുകളെ കൊണ്ട് എന്ത് ചെയ്യും? നിറയും. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ ഒരു തൂണ് പോലെ, മലക്കുകളുടെ ഒരു തൂണ് പോലെ എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് മലക്കുകളുടെ ഒരു തൂണ് പോലെ ആയി മാറും. ആരെങ്കിലും ഒരു മലക്കിനെ കണ്ടോ? നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും മജ്‌ലിസിൽ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യോ? ഇത്രയും കാലം നമ്മൾ എത്ര മജ്‌ലിസിൽ പോയി ഒരു മലക്കിനെ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് പാടില്ല. കാരണം നമുക്കത് അറിയിച്ചെന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ പോട്ടെ, മലക്കുകളൊക്കെ പോട്ടെ, നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സ്വർഗം കണ്ടിട്ടുണ്ടോ? നരകം കണ്ടിട്ടുണ്ടോ? ഖബറിലെ ശിക്ഷ, ഖബറിലെ ആസ്വാദനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാത്തതൊന്നും, കൃത്യമായി അറിയാത്തതൊന്നും, സ്ഥിരപ്പെടാത്തതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട.
ആരുടെ വിഷയത്തിൽ വെച്ച്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ വെച്ച്. കാരണം അള്ളാഹുവിന്റെ റസൂലാണ്. എന്തെങ്കിലും ഗവേഷണം നടത്തി ലാബിൽ എന്തെങ്കിലും പൊട്ടിത്തെറിപ്പിച്ചിട്ട് കണ്ടുപിടിച്ച കാര്യം പറഞ്ഞു തരുന്നല്ല. അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ പറയുന്ന കാര്യം നമ്മൾക്ക് എത്തിച്ചേരുന്ന വ്യക്തിയാണ്. അള്ളാഹു സത്യമല്ലാതെ പറയില്ല എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് എന്ത് ചെയ്യില്ല? ഹക്കല്ലാത്തതൊന്നും എത്തിച്ചു തരൂല. അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യും? അല്ലേ, എന്താ പറയാ, നിരീശ്വരവാദികൾ കളിയാക്കുന്ന പോലെ നമ്മളത് തൊണ്ട തൊടാതെ വിഴുങ്ങും. യാതൊരു സംശയമില്ല, നമ്മളത് തൊണ്ട തൊടാതെ വിഴുങ്ങും. ആര് പറഞ്ഞതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ആരുടെയും എന്ത് ചെയ്യില്ല, വേറൊരു സയന്റിസ്റ്റിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തിയറിയുടെയോ മറ്റെന്തെങ്കിലും ആളുകളുടെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒന്നും നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല, വിഴുങ്ങൂല. എപ്പോഴല്ലാതെ ഈ പറഞ്ഞതിനോട് യോജിച്ചു വരുമ്പോഴല്ല, ഈ പറഞ്ഞതിനോട് യോജിച്ചു വരുമ്പോൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ അങ്ങനെ ഒരു നോട്ടമില്ല. സമിഅന വഅതഅന. അപ്പൊ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു തന്നാൽ നമുക്കതിൽ എന്ത് ചെയ്യുന്നില്ല, നാട്ടിൽ പറയുന്ന പോലെ മുന്നും പിന്നും നോക്കാനില്ല. മുന്നും പിന്നൊന്നും നോക്കാനില്ല. നമ്മളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സ്ഥിരപ്പെട്ടാൽ നമ്മളത് വിശ്വസിക്കും. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങും, നമ്മൾ വിശ്വസിക്കും. അള്ളാഹു തൃപ്തിപ്പെടുന്നു പറഞ്ഞാൽ തൃപ്തിപ്പെടുന്നു വിശ്വസിക്കും. അള്ളാഹു വെറുക്കുന്നു പറഞ്ഞാൽ വെറുക്കുന്നു വിശ്വസിക്കും. അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞാൽ കൈയുണ്ടെന്ന് വിശ്വസിക്കും. ഓരോ കാര്യങ്ങളും, മലക്കുകൾക്ക് ഒരു ചിറകുള്ള മലക്കുകൾ ഒന്നല്ല, 2ഉം 3ഉം 600ഉം പല ചിറകുള്ള മലക്കുകളുണ്ടെന്നും ആകാശത്തിൽ ഈ മലക്കുകൾ നിറഞ്ഞിരിക്കുകയാണ്, തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗസ്ത്രീകളിൽ അവരുടെ എന്ത് ചെയ്യാ, പുറകിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ മുൻഭാഗം കാണുന്ന തലയുടെ അത്രയും നേർത്ത ശരീരഭാഗങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുക. അങ്ങനെ പലതരത്തിൽ പല കാര്യങ്ങളും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വിശ്വസിക്കും. തേനിന്റെ അരുവിയുണ്ട്, പാലിന്റെ അരുവി, അതുപോലെ തന്നെ മദ്യത്തിന്റെ അരുവി, വെള്ളത്തിന്റെ അരുവി, ഇതൊക്കെ അരുവികളാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന വ്യക്തിക്ക് ഈ ദുനിയാവിന്റെ 10 ഇരട്ടി ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന വ്യക്തിക്ക്, ആദ്യം പ്രവേശിക്കുന്നതിന് അല്ലാഹു അലം. ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വസിക്കുന്നതിന് ഒറ്റ സ്റ്റെപ്പേ നമ്മൾ എടുക്കുള്ളൂ. നമുക്ക് രണ്ടാമതൊരു സ്റ്റെപ്പില്ല. ആ സ്റ്റെപ്പ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ? ഇത് മാത്രം നമ്മൾ ചോദിക്കുള്ളൂ. എന്നുവെച്ചാൽ ഖുർആന്റെ ആയത്തിൽ അതിന് ശരിയായ അർത്ഥം ഇങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസിൽ സ്വഹാബത്ത് ഹദീസിൽ മനസ്സിലാക്കി ഇങ്ങനെ തന്നെ, ഇത്രേ നമ്മൾ നോക്കുള്ളൂ. ഇത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്കതിൽ മറ്റൊരു അഭിപ്രായം ഇല്ല, അതുണ്ടാവാൻ പാടില്ല. മറ്റൊരു അഭിപ്രായം നമുക്ക് ഇല്ല, അതുണ്ടാവാൻ പാടില്ല. പിന്നെ പലർക്കും ഇങ്ങനെ പല കാര്യങ്ങളും വിശ്വസിക്കാൻ പ്രയാസം. അവസാനിപ്പിക്കണേ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പലർക്കും ഇങ്ങനെ പല കാര്യങ്ങളും വിശ്വസിക്കാൻ പ്രയാസമുള്ളത് എന്തുകൊണ്ടാണെന്നറിയോ? ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തൊരു കാര്യം തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് പല ആളുകളും എന്താ പറയാ, എന്തായാലും പേര് എക്സ് മുസ്ലിമോ അല്ലേ, അങ്ങനെയുള്ള പല ആളുകളും ദീനിന്റെ പല കാര്യങ്ങളും അത് മോശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ പറയില്ല. അത് പഠിച്ചിടത്തോളം അവർ പറയുന്നതിന്റെ 99.999 അങ്ങനെ കുറെ 9 പറഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ഈ 2ൽ ഒന്നാണ്. ശ്രദ്ധിക്കണേ, ഈ 2ൽ ഒന്നാണ്. ഏതൊക്കെ 2 കാര്യങ്ങൾ? ഒന്നാമത്തേത് എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിരിക്കൂല, കള്ള ഹദീസ് ആയിരിക്കും. അവർക്കെന്ത് കള്ള ഹദീസ്? എന്തെങ്കിലും തിരിച്ചറിയാനുള്ള വെളിവ് വേണ്ടേ? അവർ അല്ലെങ്കിൽ എന്തായിരിക്കും? തെറ്റായി മനസ്സിലാക്കിയായിരിക്കും. ഇപ്പൊ ഖുർആന്റെ ആയത്തുകൾ, അറബി ഭാഷ നമുക്കറിയാം. ഹവാരിജുകളും വിദേഹത്തിന്റെ ആളുകളൊക്കെ ഈ ആയത്ത് തെളിവ് പിടിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നത്? ചില ആ ആയത്തിന് ശരിയായ അർത്ഥമുണ്ട്, ആ അർത്ഥമായിരിക്കും ഇവർ മനസ്സിലാക്കിയ അർത്ഥം.
ഇപ്പൊ നമ്മുടെ നാട്ടില് എന്താ പറയാ, പല വിഷയങ്ങളിലും ഇപ്പോ യുദ്ധത്തിന്റെ ആയത്തുകൾ പല ഭാഗങ്ങൾ അടർത്തിയെടുത്തിട്ട് കണ്ടോ, ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ്, വാളുകൊണ്ട് പ്രചരിച്ച ദീനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർക്ക് ആ ആയത്തിന് ശരിക്കും അർത്ഥം അറിയാത്തതുകൊണ്ടാ. മനസ്സിലാം, ഉദാഹരണമായിട്ട് പറയുന്ന. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കണം, 100% ഉറപ്പിച്ച് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കണം, ഒരാൾ ദീനിന്റെ ഒരു കാര്യം അതൊരു പോരായ്മയായിട്ട് എടുത്തു പറയുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അവന് ദീൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവൻ ആ മനസ്സിലാക്കിയ ദീനല്ല. അത്ര നമുക്ക് പറയാം. ഇത് രണ്ടാലൊന്നാ. അല്ലാതെ ഇതെന്താണ്, ഇത് പൂർണ്ണതയുടെ ദീനാണ്, പൂർണ്ണതയുടെ ദീനാണ്, പെർഫെക്ഷന്റെ ദീനാണ്. ഇതിലൊരു പോരായ്മ എന്ത് സാധിക്കില്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത് എന്ന അള്ളാഹു സൃഷ്ടികളെ പറ്റി പഠിപ്പിച്ചെന്ന്, ആ സൃഷ്ടികൾ ഒരു പോരായ്മയും കാണാൻ സാധിക്കൂല എന്ന് പറഞ്ഞ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് മുന്നിൽ ഹുജ്ജത്തായിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും വേണ്ടി റഹ്മത്തായിക്കൊണ്ട് അവതരിപ്പിച്ചെന്ന ദീനിൽ എന്ത് പോരായ്മയാണ് കാണാൻ സാധിക്കും? ഒരു പോരായ്മ ഉണ്ടാവും. അങ്ങനെ പോരായ്മ ഉണ്ടെങ്കിൽ നോക്കുന്നവന്റെ കണ്ണിലെന്ത് പ്രശ്നമുണ്ടെന്നുള്ള, മഞ്ഞക്കണ്ണായിട്ട് നോക്കുന്നൊക്കെ മഞ്ഞ എന്ന് പറയുന്ന പോലെ നോക്കുന്നവനെന്തോ പ്രശ്നം. പറഞ്ഞു വന്നത്, നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിക്കേണ്ട നമ്മൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ബാധ്യതയാണ്. നാലാമത്തെ ഒരു കാര്യം കൂടുണ്ട്, സമയം കഴിഞ്ഞു, പെട്ടെന്ന് പറയാം, നേരത്തെ പറഞ്ഞാണ് പലപ്പോഴായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് മാത്രം ഇബാദത്ത് ചെയ്യാം. നമ്മൾക്ക് നമ്മളോട് ഫോളോ ചെയ്യാൻ, പിൻപറ്റാന്ന് പറഞ്ഞാൽ എന്താ? നടന്നതിന് പിന്നാലെ നടക്കുക. വേറെ നമ്മുടെ വകയായിട്ട് എന്ത് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്താലൊട്ട് റബ്ബിനെടുക്കൽ ഉപകാരപ്പെടില്ല. എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? പറഞ്ഞ പണി ചെയ്താൽ പോരെ. ഏൽപ്പിക്കാത്ത പണി, ഒരു മുതലാളി എന്ത് ചെയ്യാം, നിങ്ങളോടൊരു കാര്യം ഏൽപ്പിക്കാൻ, ആ പറഞ്ഞ പണി ചെയ്തിട്ടുമില്ല, എന്നാലോ പറയാത്ത കാര്യങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ പ്രതിഫലവും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്തായിരിക്കും അവസ്ഥ? എന്താ കിട്ടുക? ശമ്പളമല്ല കിട്ടുക. അതുപോലെയാണ് വിദഗ്ധ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ. പറഞ്ഞത് തന്നെ എത്ര ഉണ്ട് ചെയ്യാൻ, എത്ര ഇബാദത്തുകളുണ്ട്. അത് ചെയ്യുക, അതെന്ത് ചെയ്യുക, പരമാവധി നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക മരിക്കും വരെ. നമ്മുടെ വകയായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനെയും അള്ളാഹു തൃപ്തിപ്പെട്ടതാണ്. അവർ ജീവിച്ച് പ്രാക്ടിക്കലായി കാണിച്ച് ആ ദീന് അള്ളാഹു തൃപ്തിപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റാണ് റളിയല്ലാഹു അൻഹും നല്ല പഠിപ്പിച്ചെന്ന്. ആ രൂപത്തിൽ നമ്മൾ ജീവിച്ചാൽ, ആ അതേ ദീന് നമ്മൾ പിൻപറ്റിയാൽ അള്ളാഹു നമ്മളെയും തൃപ്തിപ്പെടും. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. കൂട്ടിയാൽ പോയി, അവരുടെ പോലെ ആയില്ല. കുറച്ചാലും പോയി, അവരുടെ പോലെ ആവൂല. അവരെ പോലെ ആകുമ്പോഴേ നമ്മൾ അള്ളാഹ് തൃപ്തിപ്പെടുള്ളൂ. അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടിട്ടില്ലേ? ഇല്ലേ? السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا. അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവരല്ലാഹുവിനെ ആരെ പറ്റി പറഞ്ഞു? മുഹാജിറും അൻസാറുകളെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞത് വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ, അവരേറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റുന്ന, ഇത്തബഊ ഫോളോ ചെയ്യാം. അവർ നടന്നതിന് പുറകെ അതേപോലെ. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്നും ദീനാവൂല, ഒരു കാലത്തും ദീനാവൂല. അല്ല മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടും. വെറുതെ ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ കഷ്ടപ്പെടണ്ട. അതിന്റെ അവസാനം റദ്ദുൻ, അത് തള്ളും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എന്ത് ചെയ്യും? തള്ളിക്കളയും. അതിന് യാതൊരു പ്രതിഫലവും റബ്ബിന്റെ അടുക്കൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചത് എന്ത് ചെയ്യുക? അത് ചെയ്യാം. അത്രേ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയാക്കി തന്നിട്ടുള്ളൂ. അതിൽ ഒതുക്കി നിർത്തുക, അതിൽ നമ്മൾ ഒതുക്കി നിർത്തുക. അദ്ദേഹം ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? ദീനായിക്കൊണ്ട് ചെയ്യരുത്, വിശ്വസിക്കരുത്.
അത് നമുക്ക് നമ്മുടെ റസൂലിനോടുള്ള ബാധ്യതയാണ്. നമുക്ക് നമ്മുടെ റസൂലിനോടുള്ള, ഇത് പറയാത്തവൻ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത് വാക്യം പൂർത്തീകരിച്ചിട്ടില്ല. കാരണം ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ദീൻ എന്താണെന്ന് അറിയിച്ചു തരാൻ വേണ്ടി അള്ളാഹ് ഒരാളെ അയക്കാം. ആ അയച്ച വ്യക്തി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാം. അത് കേട്ടിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യാം. ആലോചിച്ച് നോക്കണം. അള്ളാഹു എന്ത് ചെയ്യുക? ഒരു വ്യക്തിയെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയിച്ചു തരാൻ വേണ്ടി അള്ളാഹു അയക്കാം. ആ വ്യക്തി നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങൾ തൃപ്തിപ്പെടുന്നു പറഞ്ഞു തരാം. ഇത് കേട്ടിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുക? അത് പിൻപറ്റാതെ നമ്മുടെ വക പല കാര്യങ്ങളും ചെയ്യാം. അപ്പൊ നമ്മൾ എവിടെയാണ് മുഹമ്മദ് റസൂലുള്ളയാണ് നമ്മൾ എപ്പോഴും അംഗീകരിച്ചത്? ഇങ്ങനെയുള്ളൊരു വ്യക്തി അവൻ എങ്ങനെയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുന്റെ റസൂലെ അംഗീകരിച്ചപ്പോഴാ? ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അത് നാവ് കൊണ്ട് അംഗീകരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാവ് കൊണ്ട് അംഗീകരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ, ഇവരാണ് ഇത്തരം പ്രവർത്തികൾക്കാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. ഇത്തരം പ്രവർത്തികൾക്കാണ് ബിദ്അത്ത്. അതുകൊണ്ടാണ് ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക്, എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആളുകൾക്കുള്ളതാണ് ഹൗദിലെ വെള്ളം. പിൻപറ്റുക എന്ന് വെച്ചാൽ അന്ന് ചെയ്തത് ചെയ്യുക, പുതുതായിട്ട് നമ്മുടെ വക ഉണ്ടാക്കലല്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് കുടിക്കാൻ ഉള്ള ഹൗദിലെ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കോരി കൊടുക്കുക. എത്രത്തോളം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയോ ആ ഒരു ക്രമത്തിൽ അതേ ഓർഡറിലായിരിക്കും അവിടെ നിൽക്കുക ഈ പിൻപറ്റിയ ആളുകൾ. അപ്പൊ അങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഓരോരുത്തരെ അതിന് കുടിച്ചു പോകുമ്പോൾ ഒരുപാട് ദൂരം നിന്ന് പുറകിൽ നിന്നൊരു വിഭാഗം ഇതിലേക്ക് വരിയിലേക്ക് ചേരാൻ വേണ്ടി വരുമ്പോൾ മലക്കുകൾ അവരെ ആ വരിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? വഴി തിരിച്ച് നരകത്തിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോകും. വിശ്വാസം പറയും ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്താണ്. എങ്ങനെ ഉമ്മത്തി എന്റെ ഉമ്മത്താ മനസ്സിലാവും? എങ്ങനെയാ? വുളൂവിന്റെ അടയാളങ്ങളുണ്ട്, നിസ്കാരത്തിന്റെ പാടുകളുണ്ട്. എന്റെ ഉമ്മത്താന്ന് പറയുമ്പോൾ മലക്കുകൾ തിരിച്ചു പറയും ഇന്ന കലാ തദ്രി മാ ഹദസു ബഅദ്, താങ്കൾക്ക് ശേഷം ഇവരെന്തൊക്കെയാണ് പുതുതായി ചെയ്തതെന്ന് താങ്കൾക്ക് അറിയുന്നത്. ശ്രദ്ധിക്കണേ, മാ അഹദസു ബഅദക്, പുതുതായി ചെയ്തത്. പുതുതായിട്ട് ചെയ്ത പ്രശ്നമാണ്. നല്ലതല്ലേ? നല്ലതല്ല. നിനക്ക് മനസ്സിൽ നല്ലതാണെന്ന് തോന്നിയാൽ നല്ലതാകുമെങ്കിൽ പിന്നെന്തിനാണോ റസൂലിനെ അയക്കണം? എന്തിനാ? നിങ്ങളോട് അള്ളാഹ് കൽപ്പിച്ചവർ നിങ്ങൾക്ക് നല്ല തോന്നിയൊക്കെ നിങ്ങൾ ചെയ്തോളി എന്ന് കൽപ്പിച്ചാൽ പോരെ? അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ആനയോ? ആനയ്ക്ക് എന്താ കുഴപ്പം? ചെണ്ടയ്ക്ക് എന്താ കുഴപ്പം? ഇങ്ങനെ എന്താ കുഴപ്പം? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ റസൂലിനെ അയക്കേണ്ട ആവശ്യം എന്താണ്? എല്ലാവരോടും അള്ളാഹ് കൽപ്പിച്ച നിങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയൊക്കെ നിങ്ങൾ ചെയ്തോളി എന്ന് കൽപ്പിച്ചാൽ പോരെ? റസൂലിനെ അയക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പുതുതായ ഒരു കാര്യം ചെയ്തവനെ അവിടെ നാട്ടിയകറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അവരോട് മുഖത്ത് നോക്കി പറയും സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ദീൻ. പുതുതായി ചെയ്യുന്നവൻ എന്താ പറഞ്ഞു? റസൂൽ എന്താ പറഞ്ഞു? എന്റെ ദീനിനെ മാറ്റിമറിച്ചവനാ പറഞ്ഞു. പുതിയവൻ മാറ്റിയവനാണ്, നന്നാക്കിയവനല്ല. ശ്രദ്ധിക്കണം, ഒരു ബിദഅത്ത് ചെയ്യുന്നവൻ ദീനിനെ നന്നാക്കുകയല്ല, ദീനിനെ മാറ്റാം എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്ത് ചെയ്യണം? ആട്ടിയകറ്റും. നിങ്ങൾക്ക് ബിദഅത്ത് എത്രത്തോളം ഒരു ദീനിനെ മാറ്റുന്ന അറിയണമെങ്കിൽ ഇന്നത്തെ ജൂത ക്രിസ്ത്യാനി ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഇന്നത്തെ ജൂത ക്രിസ്ത്യാനികൾ നോക്കിയാൽ എന്താണ് അവരുടെ ദീനിന്റെ കോലം? ഷിർക്കും കുഫറും ഖുറാൻ എല്ലാ തെമ്മാടിത്തരമുണ്ട്. ഹറാമായ എല്ലാ കാര്യങ്ങളും അവർക്ക് ഹലാലാണ്, ചിലത് അവർക്ക് തോന്നിയത് ഒഴിച്ച്. ഇതെങ്ങനെ ഇങ്ങനെ ആയത്? അള്ളാഹു മൂസ അലൈഹി സ്വലാം ഇങ്ങനെ അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തത്, ഈ ദീനുമായിട്ട് അവതരിപ്പിച്ചു കൊടുത്തത് അല്ല. എങ്ങനെ ഇങ്ങനെ ആയത്? ബിദഅത്തുകളാണ്. ഒരു ബിദഅത്ത് വന്ന് അടുത്തത് വന്ന് കുളിപ്പിച്ച് കുട്ടിയിലാണ്ടായി പറയണ പോലെ മാറ്റി ദീന് വേറൊരു ദീനായിട്ട്. ബിദഅത്തുകൾ സൂക്ഷിക്കാം. നമ്മൾ ചെയ്യുന്ന സുന്നത്തുകൾ കുറവാണെങ്കിലും ഒരു ബിദഅത്ത് പോലും വരാതെ നോക്കുക, അത് ഖൈറാണ്. ശ്രദ്ധിക്കണേ, കുറേ സുന്നത്ത് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ബിദഅത്ത് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഖൈറ് സുന്നത്ത് കുറവാണെങ്കിലും ഒരു ബിദഅത്ത് പോലും വരാതെ നോക്കല്ല. എന്റെ വാക്കല്ല, സലഫുകൾ എത്രയോ പറയാറുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? അൽ-ഇഖ്തിസാദു ഫീ സബീലിൻ വസുന്ന ഖൈറും മിനൽ ഇജ്തിഹാദി ഫിൽ ബിദഅ. സുന്നത്തിലായിക്കൊണ്ട് ഒരാൾ ഫർദുകൾ മാത്രം ചെയ്ത് ഹറാമുകൾ വിട്ടു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അവനാണ് ഖൈറിൽ ആരെക്കാളും ബിദഅത്തിൽ അങ്ങേയറ്റ് പരിശ്രമിക്കുന്ന ഒരു വ്യക്തി. രാവും പകലൊക്കെ ഇബാദത്ത് തന്നെ, പക്ഷെ അവന് തോന്നി ഇബാദത്താണ്, റസൂൽ പഠിപ്പിച്ച ഇബാദത്തല്ല.
അവന്റെ ഷെയ്ഖ് പഠിപ്പിച്ചു കൊടുത്ത ഇബാദത്താണ്. അവൻ നഷ്ടത്തിലാണ്. അതാണ് ഇമാം അഹ്മദ് പറഞ്ഞത്, ഫുസ്സാഖു അഹ്ലി സുന്നത്തി ഖൈറും മിൻ ഉബ്ബാദി അഹ്ലിൽ ബിദ്അ. അഹ്ലു സുന്നത്തിൽപ്പെട്ട സുന്നത്ത് മാത്രം ചെയ്യുന്ന ബിദ്അത്തുകൾ ചെയ്യാത്തൊരു വ്യക്തിയിൽ ആ വ്യക്തി ഫാസിഖാണെങ്കിൽ പോലും, ഒരുപാട് വൻപാപങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും ബിദ്അത്തുകൾ ചെയ്യുന്ന ആബിദ്, ഒരുപാട് ഇബാദത്തുകൾ മുഴുകുന്ന ഒരു വ്യക്തിയെക്കാളും നല്ലവൻ അവനാണ്. ഇത്രയും കൂടി പറഞ്ഞു ഇമാം അഹ്മദ്. എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ള വ്യക്തി ഈ ബിദ്അത്തുകളും ഇബാദത്തുകളും രണ്ടും കൂട്ടിക്കുറച്ചൊരു വ്യക്തിയുടെ ഖബർ എന്തായിരിക്കും? ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ. അവന്റെ ഖബർ നരകത്തിന്റെ തീക്കുണ്ടാരങ്ങൾപ്പെട്ട ഒരു തീക്കുണ്ടാരമായിരിക്കും. എന്നാൽ ഈ ഒരു വ്യക്തിയോ, അവൻ വൻപാപങ്ങൾ ചെയ്യുന്നവനാണ്, പക്ഷെ അവന്റെ ജീവിതത്തിൽ ബിദ്അത്തില്ല. അവന്റെ ഖബർ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂങ്കാവനപ്പെട്ടൊരു പൂങ്കാവനം. ബിദ്അത്ത് ചെയ്യാത്തവർക്ക് എളുപ്പമാണ് ആഖിറത്തിൽ, അള്ളാഹ് പുറത്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ഹൗദിൽ നിന്ന് കോരിക്കൊടുക്കും. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്നവന്റെ അവസ്ഥ വലിയ അപകടം. ഈ 4 കാര്യങ്ങൾ, തഅതുഹു ഫീമാ അമർ, തസ്ദീഖുഹു ഫീമാ അഖ്ബർ, വജ്തിനാബു മാ നഹാ അൻഹു വസജർ, വഅല്ലാ യുഅബ്ബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. ഈ 4 കാര്യങ്ങൾ പാലിക്കുമ്പോഴാണ് ഒരാൾ അവൻ പറയുന്ന അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വാക്കിനോട് സത്യസന്ധത പാലിക്കുന്നവനാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ അത് കഴിവിന്റെ പരമാവധി പൂർണ്ണമായും പാലിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവന്റെ മഗ്ഫിറത്തിന് അർഹരാകുന്ന ആ ഒരു സുന്നത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിന് വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്ന ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇത്തരം സബബുകൾ, മജ്ലിസുകൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.